നീർച്ചാലുകൾ പോലെ നമ്മുടെ ആത്മാവിനെ തഴുകി തലോടുന്ന ഗാനങ്ങളുമായി ഇന്നത്തെ മധുചന്ദ്രിക ഇതാ ഇവിടെ തുടങ്ങുന്നു. കാലാതിവർത്തിയായ അപൂർവ ഗാനാനുഭവങ്ങളുമായി ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ. കേൾക്കാൻ കാത്തിരിക്കുന്ന ഗാനങ്ങളുമായി ഇതാ മധുചന്ദ്രിക. കർപ്പൂരദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്റെയാ സന്ധ്യയിൽ. കർപ്പൂരദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്റെയാ സന്ധ്യയിൽ. ദീപാരാധന നേരത്ത് നിൻമിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ. കർപ്പൂരദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്നയാ സന്ധ്യയിൽ. കൂത്തമ്പലത്തിലെ പൂത്തറയിൽ കൂടിയാട്ടം കണ്ടിരുന്നപ്പോൾ ഓട്ടുവളകൾ തൻ പാട്ടിലുടോമന രാത്രി സന്ദേശം അയച്ചു തന്നു. കാതോത്തിരുന്ന ഞാൻ ഓടി വന്നു, ഞാൻ ഓടി വന്നു. കർപ്പൂരദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്നയാ സന്ധ്യയിൽ. ദീപാരാധന നേരത്ത് നിന്നിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ. ദേവരായ മാഷൊക്കെ മലയാളം മാഷ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വേറൊരു അത് രണ്ടും ശരിക്കും വേറെ അത് വേറൊരു പിക്ചറാണ്. അത് വേറൊരു ഓരോന്നും ഓരോ പിക്ചറാണ്. MSV എന്ന് പറഞ്ഞൊരു വേറൊരു ലോകം, MSVയുടെ ലോകം എന്ന്. ദേവരായ മാസ്റ്റർ അവരുടെ ലോകം, അത് വേറൊരു ലോകമാണ്, അവരുടേതായിട്ട് വേറൊരു ലോകം. പാട്ട് ബാബുക്കാട് വേറൊരു ലോകം, രാഘവൻ മാസ്റ്റർ വേറൊരു ലോകം, അർജുനൻ മാസ്റ്റർ വേറൊരു ലോകം. ഈ ലോകങ്ങൾ ഇതിലൊക്കെ കറങ്ങി കറങ്ങി വന്നതിനാണ് ഞാൻ. അപ്പം ആ ലോകം വിട്ട് വേറൊരു ലോകത്തേക്ക് വരാൻ ഇപ്പോൾ താല്പര്യമില്ല. അതാണ് സത്യം. അല്ല, ഇവരൊക്കെ പാട്ട് പറഞ്ഞു തരുമ്പോൾ അല്ല ചേട്ടാ പാട്ട് അയ്യോ ശരിക്കും ഓരോന്നും സ്റ്റൈലാണ് അവിടുത്തെ പറഞ്ഞത്. നമ്മൾ ദക്ഷിണാമൂർത്തി സ്വാമി ഒരു സ്റ്റൈല്. ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ എങ്ങനെ ശരിക്കും സ്വാമി ഞാൻ ബന്ധപ്പെട്ടത് ആ സ്വാമി ഇപ്പോഴും മുറുക്കാൻ വയലിട്ടുണ്ടാണല്ലോ. അത് ശരി. എന്നെ വാങ്ങോ ഉക്കാറുക സൗഖ്യമാ എന്നാ ചെയ്യാൻ പാടാമാ. ശരി. വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. കഞ്ചുകമൂരി മാറത്ത് പൂശാൻ, കഞ്ചുകമൂരി മാറത്ത് പൂശാൻ കളഭകിണ്ണം നീട്ടിവച്ചു. വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. കല്യാണ വസന്തം. വനാന്ത ശീതള നളിനി നളിനി വർണ്ണമനോഹരി ആയി. വനാന്ത ശീതള നളിനി നളിനി വർണ്ണമനോഹരിയായി. വനദേവതമാർ ലീലാലോലം, വനദേവതമാർ ലീലാലോലം നീന്തി നീന്തി നടന്നു മലർന്നു, നീന്തി നീന്തി നടന്നു. വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. രജനീ കോകില മകളെ അകലെ മതസംഗീതമരുളി.
രജനി കോകില മകളെ അകലെ മരകര സംഗീതമരുളി മനസ്സുമുടലും പ്രണയ ലഹരിയിൽ മനസ്സും ഉടലും പ്രണയലഹരിയിൽ മദന പൂജയ്ക്കൊരുങ്ങി ഇന്നിതാ മദന പൂജയ്ക്കൊരുങ്ങി വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു കഞ്ചുകമൂരി മാറത്തു പൂശാൻ കളഭകിണ്ഡം നീക്കിവച്ചു വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. അതേമാതിരി തന്നെ ഇതാണ് സ്വാമിയുടെ സ്റ്റൈല്. അതൊന്നും വിട്ടിട്ടൊന്നും അതേമാതിരി തന്നെ പാടേണ്ടി വരും. ഇങ്ങനെ അങ്ങനെ അല്ല, നമ്മൾ പാടുന്ന വേറെ സ്റ്റൈലാണ്. സ്വാമി ഇത് ഇത്ര പാടി തരുമ്പോൾ നമ്മൾ വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. ഞാൻ സുശീലാമ്മയോട് പാടിയ കഞ്ചുകമൂരി മാറത്ത് പൂശാൻ കളഭകിണ്ഡം നീക്കിവച്ചു വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു വനാന്ത ശീതള നളിനി നളിനി വർണ്ണമനോഹരിയായി വനാന്ത ശീതള നളിനി നളിനി വർണ്ണമനോഹരിയായി ജലദേവതമാർ ലീലാലോലം ജലദേവതമാർ ലീലാലോലം നീന്തി നീന്തി നടന്നു മലർന്നു നീന്തി നീന്തി നടന്നു വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു. ശരിക്കും ഈ ടെമ്പോലുണ്ടാവും, പക്ഷെ അതിന് മുമ്പ് ഇങ്ങനെയാണ് റെക്കോർഡ് എല്ലാം പറഞ്ഞ് സ്വാമി എന്ന സ്റ്റൈൽ ആദ്യം പാടി മാത്രമല്ല മനസ്സിലാക്കി രജനി കോകില മകളെ അകലെ വദകര സംഗീതമരുളി രജ. അതാണ് ബ്യൂട്ടി. അല്ലാതെ റെക്കോർഡിംഗ് ചേട്ടൻ അത്ര സൂക്ഷ്മമായിട്ട് ആക്ച്വലി എല്ലാ കമ്പോസേഴ്സിനെ സൂക്ഷ്മ. അതെ, ചേട്ടൻ വേറൊരു കാര്യം പറയാറുണ്ടേ. അപ്പോൾ അന്ന് തന്നെ ചേട്ടനെ അറിയാം, എല്ലാവർക്കും അറിയാം. ആ സമയത്ത് പോലും ചേട്ടൻ എന്താ ഈ പറഞ്ഞ മദ്രാസ് റെക്കോർഡിങ് ഇല്ലാത്ത ദിവസങ്ങളിൽ പുള്ളി ഇങ്ങനെ ഇറങ്ങി ഓരോരുത്തരുടെ റെക്കോർഡിങ് പോയി കാണുന്നു. അതെൻ്റെ വലിയ ഭാഗ്യമാണ്, അതെൻ്റെ വലിയ ഭാഗ്യം. അത്രയും അറിയപ്പെടുമ്പോൾ പോലും വേറെ ആരും ചെയ്യും എനിക്ക് തോന്നുന്നില്ല. ഒരാളുടെ റെക്കോർഡിംഗ് പോയി നോക്കി നിൽക്കില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഇവിടെ MS സുരയുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ദേവരായ മാഷുണ്ടാവും, അത് കഴിഞ്ഞ് അവിടെ KV മഹാദേവൻ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരെയും കേട്ട് 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 അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് വേറൊരാളുടെ പാട്ട് പാടി തരാൻ പറ്റണതും അതുകൊണ്ട് തന്നെയാണത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. ചേട്ടാ, രഘുകുമാർ ഒരു മ്യൂസിഷ്യനാണ്. ഹിന്ദുസ്ഥാനി ഒരുപാട് രാഗങ്ങളൊക്കെ അറിയാവുന്ന ഒരുപാട്. പിന്നെ നല്ല സിത്താർ പ്ലെയറും തബലിസ്റ്റാണ്. നല്ല നന്നായിട്ട് വായിക്കുന്ന കേട്ടിട്ടുണ്ട്. രഘുവിൻ്റെ ധീരയിലെ പാട്ടാണ് എനിക്ക്. മൃദുലയിത മൃദുലേയിത ഒരു ഭാവ ഗീതമിത നിന്നു ഞാനെഴുതി മൃദുലേയിത ഒരു ഭാവ ഗീതമിത മണ്ണിനാണം മാറ്റി നിൽക്കും മാഘ പൗർണമിയിൽ രാധികേ നീ വന്നു നിന്ന്
വീണ്ടും എൻ അരികിൽ മൃദുലേ ഇതാ ഒരു ഭാവ ഗീതമിതാ മാറ്റി നിൽക്കാം മൃദുലേ ഇതാ ഒരു ഭാവ ഗീതമിതാ. ഇതാണ് മൃദുലേ ഗീത രഘുവിൻ്റെ. നല്ല ഞാൻ പാടിയ നല്ല പാട്ട്. ഒരുപാട് രഘുവിൻ്റെ നല്ല പുള്ളിയുടെ അതൊരു പാട്ട്. ഈ പാട്ടിനേക്കാൾ ഒരു ലൈറ്റ് മ്യൂസിക് ഒരു HMVയിലൊരു റെക്കോർഡ്. ആദ്യം തമ്മിൽ കണ്ടു പിന്നെ അറിയാതെ ഒന്നു ചിരിച്ചു ആത്മാവിനുള്ളിൽ അതുവരെയില്ലാത്ത അനുഭൂതിയായിരുന്നു. ആദ്യം തമ്മിൽ കണ്ടു പിന്നെ അറിയാതെ ഒന്നു ചിരിച്ചു ആത്മാവിനുള്ളിൽ അതുവരെയില്ലാത്ത അനുഭൂതിയായിരുന്നു. ആദ്യം തമ്മിൽ കണ്ടു. ആവണിയായിരുന്നു അന്നൊരാതിരയായിരുന്നു. ആവണിയായിരുന്നു അന്നൊരാതിരയായിരുന്നു. ജന്മാന്തരങ്ങൾ നമ്മൾക്കു നൽകിയ നിർവൃതിയായിരുന്നു. എങ്ങനെ ആ ദിനം വിസ്മരിക്കും, എങ്ങനെ ആ ദിനം വിസ്മരിക്കും. ആദ്യം തമ്മിൽ കണ്ടു പിന്നെ അറിയാതെ ഒന്നു ചിരിച്ചു ആത്മാവിനുള്ളിൽ അതുവരെയില്ലാത്ത അനുഭൂതിയായിരുന്നു. ഹിന്ദുസ്ഥാനി അല്ല അങ്ങനത്തെ ഒരു സ്റ്റൈലില് അതൊരു വല്ലാത്ത ഡ്യൂറ്റായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തു. അസാധ്യം. ഞാനും ചിത്രം കൊണ്ട് പാടിയതാണ്. ആദ്യമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടാണ്. അവനന്ന് സിനിമയിലും ചെയ്തിട്ടില്ല. ഗിരീഷ് അന്നിരുന്നിട്ട് 10 പാട്ട് ഞാൻ രഘുവും ഞാനും ചിത്ര ഇരുന്ന് ഒരു ആൽബം, ഫുൾ ആൽബം HMVയുടെ. ഇതിനകത്ത് എല്ലാ പാട്ടും ബ്യൂട്ടിഫുൾ സോങ്സ് രഘു ചെയ്തു. അത് സിനിമയിലല്ല, സിനിമ അല്ല എന്നുള്ളൊരു പ്രശ്നം വന്നു. പക്ഷേ സിനിമയിൽ ഒരു കണക്കിന് വരാൻ നന്നായി. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ജയേട്ടൻ്റെ അച്ഛനെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ദേവരായ മാഷൊരു പാട്ട് പറയാം. എൻ്റെ അച്ഛനൊരു കർണാടക സംഗീതം മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ശരി. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ബാബുരാജിൻ്റെ പാട്ടുകൾ. അതേ രസം. ഇപ്പോഴും ഹിന്ദുസ്ഥാനി ടച്ചുള്ള പാട്ടുകൾക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കർണാടക സംഗീതം ഇഷ്ടപ്പെടുന്ന ആളായി പറഞ്ഞത്. അതുകൊണ്ട് കോഴിക്കോട്ട് അയാളുടെ പേരെന്താ? ബാബുരാജ്. എന്ത് രാജാവട്ടെ, അയാളുടെ പാട്ട് മതി. ഇപ്പോൾ ഒരു ഇതിനകത്ത് സിന്ധുപൈരവത്തിന് പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ. അപ്രോച്ച് ചെയ്യുന്ന ഹിന്ദുസ്ഥാനി എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ബാബുരാജിൻ്റെ പറയും. പക്ഷേ അച്ഛന് ഏറ്റവും ഈ ദേവരായ മാഷ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ ഒരു പാട്ടുണ്ട്, കാട്ടുചെമ്പകല്ല. ദേവരായ മാഷ ഇപ്പം ഇന്ദിരവല്ലരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില പാട്ടുകൾ ഇന്ദിരവല്ലരി, ദേവരായ മാഷ ഒരുപാട് പാട്ടുകൾ. അതായത് രാജാ സാർ, AM രാജ പാടി. AM രാജ ഒരു ഡിഫറെൻറ്റ് വോയിസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗതിയാണ്. കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ
കടമ്പുമരം തളിരണിയുമ്പോൾ, കണ്ണാടിപ്പുഴ തെളിയുമ്പോൾ, കാണാപ്പൈങ്കിളി പാടുമ്പോൾ, കരളിൽ മാത്രം കണ്ണീരരുവി, കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ, കടമ്പുമരം തളിരണിയുമ്പോൾ, കണ്ണാടിപ്പുഴ തെളിയുമ്പോൾ, കാണാപ്പൈങ്കിളി പാടുമ്പോൾ, കരളിൽ മാത്രം കണ്ണീരരുവി, കരിമലയും വനനിരയും കനകനിലാ കസവുടുത്തു, കരിമലയും വനനിരയും കനകനിലാ കസവുടുത്തു, കളമൊഴി പൂങ്കാറ്റു വന്നു, കതിരില കിളി പാടി വന്നു, ഓ ഓ ഓ, കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ, കടമ്പുമരം തളിരണിയുമ്പോൾ, കണ്ണാടിപ്പുഴ തെളിയുമ്പോൾ, കാണാപ്പൈങ്കിളി പാടുമ്പോൾ, കരളിൽ മാത്രം കണ്ണീരരുവി, ചിറകൊടിഞ്ഞ ഗാനവുമായി കാട്ടിലാകെ ഞാൻ തിരഞ്ഞു, ചിറകൊടിഞ്ഞ ഗാനവുമായി കാട്ടിലാകെ ഞാൻ തിരഞ്ഞു, ചിലമ്പു പോലെ ചിരിക്കും പെണ്ണേ, വെളുത്ത പെണ്ണേ നീ എവിടെ, ഓ ഓ ഓ, കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ, കടമ്പുമരം തളിരണിയുമ്പോൾ, കണ്ണാടിപ്പുഴ തെളിയുമ്പോൾ, കാണാപ്പൈങ്കിളി പാടുമ്പോൾ, കരളിൽ മാത്രം കണ്ണീരരുവി, കരളിൽ മാത്രം കണ്ണീരരുവി, കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ. രാജ സാർ പാടിയതല്ല? അയ്യോ, പുള്ളി നല്ലൊരു മ്യൂസിക് ഡയറക്ടറും കൂടിയിട്ടാണ്. പിന്നെ അയ്യോ, എത്ര തമിഴിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സോങ്സ്. കല്യാണ പരിശ, ഉണ്ണை കണ്ട് நான் வாட என்னை கண்டு நீயாட, கண்ணீரின் கதை சொல்லும் தீபாவளி, ஊரெங்கும் மணக்கும் ஆனந்தம் நமக்கு കാണാத ദൂരമടാ, കാണാத ദൂരമടാ, உன்னை கண்டு நான் வாட என்னை கண்டு நீயாட, கண்ணீரின் கதை சொல்லும் தீபாவளி, ஊரெங்கும் மணக்கும் ஆனந்தம் நமக்கு കാണാத ദൂരമടാ, കാണാத ദൂരമടാ, കണ്ണുക്കുൾ വിളയാടും കാണാനി നാനാ, തല്ലല്ലാടും സിലയെ നീ വാടാ, ും മഹിഴ്ந்தവളെங்கே, കുലത്തിൻ വിളക്കായി തികഴ്ந்தവളെங்கே, കണ്ടതും നിனைவில் കൊണ്ടതും முடிவில் കാണാத ദൂരമടാ, കാണാத ദൂരമടാ.
உன்னை கண்டு நான் ஆட, என்னை கண்டு நீயாட, கண்ணீரின் கதை சொல்லும் தீபாவளி. ஊரெங்கும் மணக்கும் ஆனந்தம் நமக்கு കാണാത ദൂരമടാ, കാണാത ദൂരമടാ. നമുക്ക് തിരിച്ച് മലയാളത്തിലേക്ക് തന്നെ തിരിച്ച് മലയാളത്തിലേക്ക് വരാം. എനിക്ക് സുശീലമ്മയുടെ ഈ താജ്മഹൽ നിർമ്മിച്ച രാജശില്പി, താജ്മഹൽ നിർമ്മിച്ച രാജശില്പി ഷാജഹാൻ ചക്രവർത്തി, അങ്ങയെ പ്രേമ വിരഹിണികൾ ഞങ്ങൾ അനുസ്മരിപ്പൂ നിത്യ തപസ്വിനികൾ. താജ്മഹൽ നിർമ്മിച്ച രാജശില്പി ഷാജഹാൻ ചക്രവർത്തി, അങ്ങയെ പ്രേമ വിരഹിണികൾ ഞങ്ങൾ അനുസ്മരിപ്പൂ നിത്യ തപസ്വിനികൾ. താജ്മഹൽ നിർമ്മിച്ച രാജശില്പി. വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ദാസേട്ടൻ ചെയ്ത ട്യൂണത്. വിരഹം നിറഞ്ഞ് അയ്യോ ഭയങ്കര ഫുൾ അതായത് വോയിസ് സുശീലമ്മയുടെ. താജ്മഹൽ നിർമ്മിച്ച രാജശില്പി ഷാജഹാൻ ചക്രവർത്തി. അത് പറയുമ്പോഴേ അതുമാതിരി പിന്നെ സുശീലമ്മ പാടിയിട്ടുള്ള ഏതു കടലിലോ, ഏത് കടലിലോ ഏത് കരയിലോ എവിടെയായിരിക്കും തോഴൻ, എവിടെയായിരിക്കും. ഏത് കടലിലോ ഏത് കരയിലോ എവിടെയായിരിക്കും തോഴൻ, എവിടെയായിരിക്കും. ഒരു പോള കണ്ണടച്ചൊന്നു മയങ്ങിയിട്ടൊരുപാട് നാളായി, ഒരുപാട് നാളായി. ഒരു പോള കണ്ണടച്ചൊന്നു മയങ്ങിയിട്ടൊരുപാട് നാളായി, ഒരുപാട് നാളായി. ഒരു കാറ്റു വീശുമ്പോൾ ഒരു മിന്നൽ കാണുമ്പോൾ അറിയാതെ പിടയുന്നു ഞാൻ തോഴ, അറിയാതെ പിടയുന്നു ഞാൻ. ഏത് കടലിലോ ഏത് കരയിലോ എവിടെയായിരിക്കും തോഴൻ, എവിടെയായിരിക്കും. ഇടവ പാതിയിൽ ഇളകി മറയും കടലിൽ പോയവനേ, കടലിൽ പോയവനേ. ഇടവ പാതിയിൽ ഇളകി മറിയും കടലിൽ പോയവനേ, കടലിൽ പോയവനേ. ഒരു കൊച്ചു പെണ്ണിനെ സ്നേഹിച്ചു പോയ നിന്നകളോട് വന്നവനേ, അകലേണ്ടി വന്നവനേ. ഏത് കടലിലോ ഏത് കരയിലോ എവിടെയായിരിക്കും തോഴൻ, എവിടെയായിരിക്കും. സാധാരണ ചെയ്യുന്നതിൽ നിന്നൊരു വ്യത്യാസം. സുശീലമ്മ കൂടുതലും മലയാളം പാടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സുശീലമ്മ ഏറ്റവും കൂടുതൽ ദേവരാം മാഷ പാട്ടുകൾ പഠിക്കുന്നത് എല്ലാം. ഓൾ ഹിറ്റ്സ്, ഓൾ ഗ്രേറ്റ് സോങ്സ്. ചേട്ടാ പൊന്നിൽ കുളിച്ച രാത്രി ദേവരാം മാഷ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷെ യൂസഫ് അലി എഴുതി ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതൊരു ഡിഫറെൻറ്റ്. പൊന്നിൽ കുളിച്ച രാത്രി
പുളകം വിരിഞ്ഞ രാത്രി ഈറൻ നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി പൊന്നിൽ കുളിച്ച രാത്രി പുളകം വിരിഞ്ഞ രാത്രി ഈറൻ നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി മലരിട്ടു നിൽക്കുന്നു മാനം മൈക്കണ്ണിയാളെ നീയെവിടെ മലരിട്ടു നിൽക്കുന്നു മാനം മൈക്കണ്ണിയാളെ നീയെവിടെ ചിറകിട്ടടിക്കുന്നു മോഹം ചിത്തിരക്കിളിയേ നീയെവിടെ ഓ ഓ ഓ പൊന്നിൽ കുളിച്ച രാത്രി പുളകം വിരിഞ്ഞ രാത്രി ഈറൻ നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി നാളത്തെ നവവധു നീയേ നാണിച്ചു നിൽക്കാതെ നീ വരുമോ നാളത്തെ നവവധു നീയേ നാണിച്ചു നിൽക്കാതെ നീ വരുമോ കോരിത്തരിക്കുന്നു ദേഹം കാണാക്കുയിലേ നീ വരുമോ ഓ പൊന്നിൽ കുളിച്ച രാത്രി പുളകം വിരിഞ്ഞ രാത്രി ഈറൻ നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി ഇക്കിളി കൂട്ടുന്ന രാത്രി ഇക്കിളി കൂട്ടുന്ന രാത്രി. ഞാൻ അതല്ല ജേട്ടൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ജേട്ടൻ പാടിയ പാട്ടിന് ഇഷ്ടംമാരില്ലേ? അതായത് മാഷിക്ക് മാത്രമല്ല പൊതുവെ പാടിയിട്ടുള്ളത് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ എഴുതി വെക്കാറും എണ്ണി വെക്കാറൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ അതന്നെ ഇഷ്ടംമാരുണ്ട്. എന്നിട്ട് ഈ കുറേ പാട്ടുകൾ അതല്ലാത്ത പാട്ടുകൾ എവിടുന്ന് ഇപ്പം ഇത്രയും സമയം? എനിക്ക് എൻ്റെ പാട്ടല്ല ഇഷ്ടം. അല്ല അതറിയാം പാട്ടാണെന്ന് അറിയൂടെ? അതാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, ഇത്രയും പാട്ടുകൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. എല്ലാം ഓർമ്മയുണ്ട് എനിക്ക്. ഇടയ്ക്കൊക്കെ ട്യൂണങ്ങൾ കൂടെ തെറ്റിപ്പോകുന്ന മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെ ചെറുതായിട്ട്. അത് കേൾവിക്കാരനോട് ക്ഷമിക്കണം ആദ്യം പറയാ. ഞാൻ എന്തോ രസത്തിൽ പാടുകയാണ്, ചിലപ്പോൾ അവിടെ ഇവിടെ തെറ്റുകൾ വരും. പക്ഷെ അതും രസമുണ്ട്, ജേട്ടൻ പാടി കേൾക്കുമ്പോൾ രസമുണ്ട്. അതിന് ദാസേട്ടൻ്റെ ജയവരാജ മാഷ്ടേ കണ്ണുനീർ മുത്തുമായി കോളേജിൽ പഠിക്കുന്ന കാലത്ത് 62 കാലത്താണ് നിത്യകന്യക ഈ പടം. അതിനകത്ത് കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ. സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമായി സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്മേരവുമായി ഈ കിളിവാതിക്കലിത്തിരി നേരം നിൽക്കൂ നിൽക്കൂ നീ ഈ കിളിവാതിക്കലിത്തിരി
വാതിൽക്കലിത്തിരി നേരം നിൽക്കൂ നിൽക്കൂ നീ, നിൽക്കൂ നിൽക്കൂ നീ. കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ. സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂര കിണ്ണവുമായി. സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂര കിണ്ണവുമായി. എൻ്റെ മായാലോകത്ത് നിന്നു നീ എങ്ങും പോകരുതേ, എങ്ങും പോകരുതേ, എങ്ങും പോകരുതേ. ചേട്ടൻ റംസാനിലെ ചന്ദ്രിക മാഷ്ക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആര് നീ, ആര് നീ, ആര് നീ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആര് നീ, ആര് നീ, ആര് നീ. റംസാനിലെ ചന്ദ്രികയോ. ഏതോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ. ഏതോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ. മുന്തിരി ചൊടിതൾ വിടർത്തു എന്ന നിൻ മന്ദസ്മിതത്തിൻ മടിയിലുറങ്ങാൻ അനുവദിക്കൂ. ഇടം കൈ, നിന്റെ ഇടം കൈ എൻ്റെ വിടർന്ന മാറിലെ പടരുന്ന പൂവള്ളിയാക്കൂ, പൂവള്ളിയാക്കൂ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആര് നീ, ആര് നീ, ആര് നീ. റംസാനിലെ ചന്ദ്രികയോ. ഏതോ ചേതോഹരമറയന്നത്തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ. ഏതോ ചേതോഹരമറയന്നത്തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ. മഞ്ഞിൻ്റെ മുഖപടമഴിക്കൂ എന്ന നിൻ മാദകഗന്ധം നുകർന്നു കിടക്കാൻ അനുവദിക്കൂ. വലം കൈ, നിന്റെ വലം കൈ എൻ്റെ തലയ്ക്കു കീഴിലെ തളിരിൻ്റെ തലയിണയാക്കൂ, തലയിണയാക്കൂ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ
പൂങ്കൊടി ആര് നീ ആര് നീ ആര് നീ റംസാനിലെ ചന്ദ്രികയോ. അല്ല സുശീലാമ്മേ, എനിക്ക് തോന്നുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുക്കണതിൻ്റെ ഒരു 80-85% ഉൾക്കൊണ്ട് പാടണ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പൂർണ്ണമായിട്ടും പാടുക. അതും പ്രത്യേകിച്ച് MSV മാതിരിയുള്ള പാട്ട് പാടാൻ അറിയുന്ന. കുത്തുവിളക്കെരിയ കൂടമെങ്കും പൂമണക്ക് മെത്ത വിരിത്തിരുക്ക மெல்லியலாள் பார்த்திருக்க வாராதிருப்பானோ வண்ணமலர் கள்ளியவள் சேராதிருப்பாளோ சித்திரப்பூம் பாதை தன்னில் വാരാതിരുപ്പാനോ. എന്ത് കമ്പോസറല്ലേ മുരളി സർ, ചേട്ടനെ ഇടയ്ക്ക് ഒബ്സർവ് ചെയ്ത ഭാവം കൊണ്ടുവരുമ്പോൾ ഓരോരോ ശരീരഭാഗം വരെ ഇങ്ങനെ ഓരോരോ എക്സ്പ്രഷൻ ആയിട്ട് കണ്ണഴക് കണ്ണഴക് പാത്തിരുന്ന് തനെല്ലാം കാത്തിരുന്ന് നല്ലാനെ നാലേ കഥ പഠിക്ക വരുവാളോ കഥ പഠിക്ക വരുവാളോ. അപ്പൊ സുശീലമ്മ വാരാതിരുപ്പാനോ വണ്ണമലർ കള്ളിയവൾ சேராதிருப்பாளோ சித்திரப்பூம் പാதை തന്നിൽ. അത് ചേനായി സത്യം സാറ് ചേനായി വായിച്ചിട്ടുണ്ട്. ഹേമൻ അയ്യോ ജേട്ടൻ നിറയെ പാടിയിട്ടില്ലേ MSV സാർക്ക്? ഒരുപാട് പാടിയിട്ടുണ്ട്. ഒരുപാട്. എനിക്കതില് ഒന്നും ഓർമ്മയില്ല എന്നുള്ളതാണ്. ഇല്ല, ആ തെണ്ടലത് നല്ല പാട്ടത്. தென்றலது உன்னிடத்தில் சொல்லி வைத்த செய்தி என்னவோ உள்ளம் எங்கும் பொங்கும் ஆசை இன்று கங்கையன மாறியது. உள்ளம் பொங்கும் ஆசை இங்கு கங்கையன மாறியது. உன்னை பார்த்து சொல்லும் வார்த்தை இன்று கங்கையன மாறியது. உன்னை பார்த்து சொல்லும் வார்த்தை இங்கு கங்கையன மாறியது. ஒரு முறை தரே நல்ல தரே தரே ஈடேறும் நாள் இங்கு தான். தனே நல்ல தரே நல்ல தனி நின்னி தனே நென்னி தானானி நானீரா லல்லா தல்லல்லா தரே தானின்னா தரே. தென்றலது உன்னிடத்தில் சொல்லி வைத்த செய்தி என்னவோ தென்றலது உன்னிடத்தில் சொல்லി வைத்த செய்தி എന്നവോ. ബാലമുരളി സർ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപാട് സംഗീത സാന്ദ്രമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇവിടെ ഈ സഭയെ ധന്യമാക്കിയതിന് ഒരുപാട് നന്ദി. ചേട്ടനോട് എന്തെങ്കിലും? അല്ല, എനിക്കും അതാ. കാരണം ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാളിരുന്ന് ഇങ്ങനെ പാടാറും അല്ലെങ്കിൽ കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് ഇവിടെ ഇരുന്ന് അത് എൻ്റെ സ്വന്തം ചേട്ടൻ്റെ കൂടെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ചേട്ടനാണ്, അല്ലാതെ സിനിമയിൽ പാടുന്ന ജയേന്ദ്രൻ അങ്ങനെയൊന്നുമല്ല. എൻ്റെ സ്വന്തം ചേട്ടൻ. സിനിമയിൽ ജയേന്ദ്രൻ പാടിയിട്ടില്ല എന്നിട്ടോ? അല്ലല്ല, സിനിമയിൽ പാടിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ഇല്ല പാടിയിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ എന്താ പറയുക, എനിക്ക് എൻ്റെ മൂത്ത ചേട്ടൻ എനിക്ക് ഇങ്ങനത്തെ ഈ പാട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പുള്ളി മരിച്ചു, ഞാൻ പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ ഞങ്ങൾ ദിവസം കാണും. ഞാനും ബാലും വൈകുന്നേരമായ ബാലുവിൻ്റെ കാറിൽ കയറും. ഇത് തന്നെ MSV ആ പാട്ട് ഈ പാട്ട് ഞങ്ങൾ പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡൊക്കെ അടിച്ച് വരും. ബാലുവിന് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ബാലു ഭയങ്കര ഭക്ഷണപ്രിയൻ. അപ്പോൾ തടി കുറച്ചൊക്കെ ആള്. അപ്പോൾ എന്താ പറയുക, ചില സമയത്തൊക്കെ ഇങ്ങനെ കാറിൽ പോയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇറങ്ങില്ല. ആ പാട്ടിങ്ങനെ
അപ്പോൾ അങ്ങനെ ആ സെക്യൂരിറ്റി വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചേട്ടന് ദേഷ്യം മാത്രം ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. അപ്പോൾ മീശയും കൂടി ഇങ്ങനെ ആയപ്പോഴേ വല്ല SI ആയിരിക്കും, പെട്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അയാൾ അങ്ങനെ പോകും. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ അതിനകത്ത് ഇറങ്ങി പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പാട്ടും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു അവസരം തന്നത് മഹാഭാഗ്യമാണ് അതെൻ്റെ. പിന്നെ അതിന് ഞാൻ അല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ എന്താ ഈ പുള്ളിയെ വിളിക്കാൻ കഴിഞ്ഞാൽ ബാലു ആയതുകൊണ്ടാണ്. ബാലു എന്താണെന്ന് എനിക്കറിയാം, ബാലുവിൻ്റെ കഴിവ് എന്താണെന്ന്. ആസ് എ മ്യൂസിഷ്യൻ എന്താണ് അങ്ങനെ റാപ്പ് ആ കഴിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലോണം അറിയാം. എന്താ ബാലുവിൻ്റെ 100% മ്യൂസിഷ്യനാണ്.